ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാർട്ട് 1 ടോപ്പിൻ്റെ കട്ടിംഗ് ആയിരുന്നു കണ്ടിരുന്നത്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് കാണാം. അപ്പം നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് 2 ഫേസിങ് എടുത്ത് വെച്ചിരുന്നു. ആ ഫേസിങ്ങിൻ്റെ 3 ഭാഗവും ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. 2ആയിട്ട് മടക്കിയിട്ട് 3 ഭാഗവും സ്റ്റിച്ച് ചെയ്യുക. ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ടോപ്പിൻ്റെ നല്ല ഭാഗവും ഫേസിങ്ങിൻ്റെ നല്ല ഭാഗവും ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ സൈഡിലൂടെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഫേസിങ് വലിക്കുക ഒന്നും ചെയ്യരുത്. 2 ടൈപ്പിൽ നമുക്ക് നെക്ക് ഫിനിഷിങ് ചെയ്യാം. ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. അപ്പം വലിച്ചു പിടിക്കാതെ കറക്റ്റ് വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിതിനൊക്കെ സ്റ്റിച്ചിൽ തട്ടാതെ ഓരോ കട്ടുകളായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശേഷം നമുക്കിതൊന്ന് മറിച്ചിടാം. ബാക്കിലോട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഇതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. നെക്കിൻ്റെ സൈഡിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് നെക്കും ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ 2 ഫേസിങ്ങും ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിൻ്റെത് പതിച്ച് സ്റ്റിച്ച് ചെയ്യരുത്, ഫ്രണ്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. ശേഷം ഷോൾഡർ യോജിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് 2 ഷോൾഡറും ഒരുപോലെ വെച്ചിട്ട് ബാക്ക് നെക്കിൻ്റെ ഫേസിങ് ഫ്രണ്ടിലോട്ട് മറിച്ച് വെക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ 2ൻ്റെയും ഷോൾഡർ ഒരുപോലെ പിടിച്ചിട്ട് ബാക്ക് നെക്കിൻ്റെ ഫേസിങ് മുന്നിലോട്ട് കൊണ്ടുവരും. ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 2 നെക്കും ഒരുപോലെ പിടിക്കുക. ബാക്കത്തെ ഫേസിങ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ സ്റ്റിച്ചിങ് കാണാതെ നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഷോൾഡർ കിട്ടിയിട്ടുണ്ട് 2 പുറവും. ഇനി നമുക്ക് ഇതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് നെക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് നെക്കിൻ്റെ അതിലൂടെ മറ്റേ ഷോൾഡറിലോട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ നെക്ക് 2ഉം നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ശേഷം നമുക്കിനി സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ നടുഭാഗം എടുക്കുക. എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മളുടെ ടോപ്പിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നാണ് നമ്മളുടെ സ്ലീവ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആദ്യം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു ആം ഹോളിൻ്റെ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം നമ്മുടെ സൂചി പൊക്കിയെടുത്തതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മറ്റേ ആം ഹോളിൻ്റെ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. സ്ലീവിൻ്റെ നല്ല ഭാഗവും ടോപ്പിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വലിക്കാതെ സ്ലീവ് വലിച്ചു പിടിക്കാതെ ഒരുമിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ തന്നെ സൂചി കുത്തിയിറക്കുക. എന്നിട്ട് മറ്റേ സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പോലെ നമ്മൾ സ്ലീവിൻ്റെ നടുഭാഗത്ത് നിന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമുക്കത് നീറ്റായിട്ട് കിട്ടില്ല. ബാക്കി ക്ലോത്തൊക്കെ സ്ലീവിൻ്റെ ക്ലോത്തൊക്കെ ബാക്കിയായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ നടുക്ക് നിന്നാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ 2 സ്ലീവും ഫിനിഷ് ചെയ്തെടുക്കുക.
ഇപ്പോൾ ദാ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള സ്ലീവ് കിട്ടിയിട്ടുണ്ട്. നെക്കും നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, സ്ലീവ് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം നമുക്ക് സ്ലീവിൻ്റെ അറ്റങ്ങൾ രണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവിൻ്റെയും തുമ്പ് ഭാഗങ്ങൾ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളുടെ സ്ലീവ് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡുകൾ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മളുടെ സീറ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ 22 അടയാളപ്പെടുത്തിയിരുന്നല്ലോ, അതൊന്ന് അളന്നെടുത്തിട്ട് നമ്മളുടെ സീറ്റിൻ്റെ അളവ് എവിടെയാണോ വരുന്നത്, 22 എവിടെയാണോ വരുന്നത് അവിടെ വരെ നമുക്കൊന്ന് സൈഡ് യോജിപ്പിച്ചെടുക്കാം. രണ്ട് സൈഡൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മളുടെ സീറ്റിൻ്റെ ലെങ്ത്ത് എത്രമാത്രം വരുന്നുണ്ടോ, 22 നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നത്, അത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അടയാളപ്പെടുത്തിയിട്ട് അവിടെ വരെ സൈഡ് രണ്ടും യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഓപ്പൺ സൈഡാണ്. ഓപ്പൺ സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കിയെടുക്കാം. സൈഡ് രണ്ടും ഇതുപോലെ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ശരിയാകാതെ ഒരുപോലെ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ മടക്കിൻ്റെ സൈഡിലൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല നീറ്റായിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ടോപ്പിൻ്റെ താഴെ നിന്ന് മുകളിലോട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സൂചി കുത്തി ഇറക്കുക. ശേഷം നമ്മളുടെ ടോപ്പ് ഇതുപോലെ തിരിച്ച് വെക്കുക. എന്നിട്ട് മറുവശത്തെ സ്ലിറ്റ് ഇതുപോലെ രണ്ടായിട്ട് മടക്കുക. ഒന്ന് ഇതുപോലെ പിടിച്ചിട്ട് പിരിയാതെ വേണം പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല വൃത്തിക്ക് രണ്ടായിട്ട് മടക്കി കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാൻ ഞാൻ പറയുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാകില്ല. ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് സൂചി ഇതുപോലെ കുത്തിയിറക്കുക. ശേഷം ഇതേപോലെ രണ്ടായിട്ട് തന്നെ മടക്കി പിടിക്കുക. ഒരേ അളവിൽ തന്നെ മടക്കി പിടിക്കണം. എന്നിട്ട് നമുക്കിതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മടക്കിൻ്റെ തുമ്പ് ഭാഗത്ത് കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരുപോലെ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. ഇപ്പോൾ നോക്കൂ, നമ്മളുടെ സ്ലിറ്റ് എത്ര നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് നോക്കൂ. ഇതുപോലെ നീറ്റായിട്ട് എടുക്കാൻ നോക്കുക, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലിറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കുറച്ചും കൂടെ 1 ഇഞ്ചും കൂടെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1 ഇഞ്ചോ 1/2 ഇഞ്ചോ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം അവിടെ സൂചി കുത്തിയിറക്കുക. ടോപ്പ് തിരിച്ച് പിടിച്ചിട്ട് മറ്റേ സ്ലിറ്റും മടക്കി പിടിക്കുക. അതുപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കാം. വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. അതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അവിടെ സൂചി കുത്തിയിറക്കുക. അവിടെ നിന്ന് വീണ്ടും നമ്മൾ മടക്കുക. സ്ലിറ്റ് മടക്കിയെടുക്കുക രണ്ടായിട്ട്. എന്നിട്ട് താഴോട്ട് ഇതുപോലെ ഒന്നാണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും.
ഇപ്പോൾ നമ്മൾ 2 സ്ലിറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് താഴെ ഭാഗങ്ങൾ രണ്ടും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. നോക്കി ഇപ്പം നമ്മളുടെ നീറ്റായിട്ടുള്ള നമ്മളുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സ്ലിറ്റൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.